Everyone, welcome to my classroom. Today we are going to discuss a new chapter, job costing. What is the meaning of job costing? A job is a cost unit. It consists of a single order. Each job is distinct. Hence, costs are collected and accumulated for each job. Thus, each job is costed separately. Job costing is a method of ascertaining cost of job or work orders separately. അപ്പോൾ എന്താണ് ജോബ് കോസ്റ്റിംഗ്? ജോബ് കോസ്റ്റിങ്ങിൽ ജോബ് എന്ന് പറയുമ്പോൾ അതൊരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിംഗിൾ ഓർഡർ ആയിരിക്കും ജോബ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അതുപോലെ ഓരോ ജോബും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓരോ ജോബും സിംഗിളായിട്ടുള്ള ഓർഡർ ആയിരിക്കും. അതുപോലെ ഓരോ ജോബും മറ്റൊന്നിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഓരോ ജോബിലേക്ക് വരുന്ന കോസ്റ്റ് കളക്ട് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ജോബിലേക്കും വരുന്ന കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഓർഡറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ് അസർട്ടൈൻ ചെയ്യുന്നത്. According to ICMA London, job costing is that form of specific order costing which applies where work is undertaken to customers' specific requirements and each order is of comparatively of short duration. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആയിട്ട് കസ്റ്റമറാണ് വരുന്നത്. ഇന്ന ജോലി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ള ആ ഒരു അപ്രോച്ചിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പെർട്ടിക്കുലർ വർക്ക് അണ്ടർടേക്കൻ ചെയ്യുന്നത് ഒരു കസ്റ്റമറുടെ പ്രത്യേക ആവശ്യം അനുസരിച്ചാണ്. ആ ഓരോ പ്രത്യേക ഓർഡറിനും പ്രത്യേകമായിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡ്യൂറേഷനാണ്, ലോങ് ഡ്യൂറേഷനല്ല. അതായത് ഒരുപാട് ടൈം വേണ്ട ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഈ ഒരു ജോബ് അല്ലെങ്കിൽ വർക്ക് ഏറ്റെടുക്കുന്നത്. ഇതിൽ ഓരോ ഓർഡേഴ്സിനും കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. ഇത്രയാണ് ഡെഫിനിഷനിൽ പറയുന്നത്. It applied where production is against customer specific orders. It is also known as job order costing or lot costing or specific order costing or terminal costing. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിന് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നുണ്ട്, ലോട്ട് കോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്, അതുപോലെ ടെർമിനൽ കോസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ടേമിലൊക്കെ ഏത് കോസ്റ്റിങ്ങിനെ വിളിക്കും? ജോബ് കോസ്റ്റിങ്ങിനെ വിളിക്കും. ഇനി ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് തരം മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണ് ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻറ്റിങ് പ്രോസസ്സിൽ ജോബ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുക. അതായത് പ്രിൻറ്റിങ് പ്രസ്സുകളൊക്കെ, അതുപോലെ മെഷീൻ ടൂൾ മാനുഫാക്ചറിങ്, ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഷിപ്പ് ബിൽഡിംഗ്. ഇപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ അതുപോലെ പ്രിൻറ്റിങ് പ്രൊസസ്സ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള എൻ്റർപ്രൈസസ് മാനുഫാക്ചറിങ് ഫേമൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഏത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നോൺ മാനുഫാക്ചറിങ് കൺസേൺസ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. റിപ്പയറിംഗ് യൂണിറ്റ്സ്, അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഓട്ടോമൊബൈൽ ഗ്യാരേജസ് ഒക്കെ ജോബ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യാറുണ്ട്. ഇത് നോൺ മാനുഫാക്ചറിങ് കൺസേൺ ആണ് ഇതെല്ലാം. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേണും നോൺ മാനുഫാക്ചറിങ് കൺസേൺസും ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. What are the features of job costing? The products are produced only against customers' order and not for maintaining stock for sales. സെയിൽസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറില്ല. കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ചാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ടു ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. ഓരോ ജോബിലും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. എ ജോബ് ഈസ് പെർഫോംഡ് അക്കോർഡിംഗ് ടു ദി കസ്റ്റമേഴ്സ് സ്പെസിഫിക്കേഷൻ. കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റിന് അവരുടെ നീഡിനനുസരിച്ചായിരിക്കും ജോബ് പെർഫോം ചെയ്യുന്നത്. ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. Each job is differentiated from others. The reason is that the specification of one customer is different from other. അതായത് ഓരോ ജോബും മറ്റൊന്നിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ.
അതെന്തുകൊണ്ടാണ്? ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് മറ്റൊരു കസ്റ്റമറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ജോബാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ആണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. ദർ ഈസ് നോ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രൊഡക്ഷൻ ഇല്ല. ഈച്ച് ജോബ് റിക്വയേഴ്സ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്കിൽ ഫോർ കംപ്ലീഷൻ. ഓരോ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കില്ല് വേണ്ടി വരും, സ്പെഷ്യൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അറ്റൻഷൻ വേണ്ടി വരും. ദർ ഈസ് നോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാവില്ല. ഒരു പ്രത്യേക കസ്റ്റമർ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ അയാളുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് അയാൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാർജ് സ്കെയിലുള്ളൊരു പ്രൊഡക്ഷൻ ഒന്നും ഇവിടെ ഇല്ല. ഓൾ ദി ജോബ്സ് ആർ നോട്ട് പാസ്ഡ് ത്രൂ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും ഈ പ്രോസസ്സ് ജോബ് പാസ് ചെയ്യണമെന്നില്ല. ദെൻ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ. ഈ ജോബിൻ്റെ യൂണിറ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും, സ്പെഷ്യൽ ആയിരിക്കും. ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. ദർ ഇസ് നോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ജോബ്സ്. ജോബ് സ്റ്റാൻഡർഡൈസേഷൻ ഇവിടെ വരുന്നില്ല. കോസ്റ്റ് ഇൻകേർഡ് ഫോർ ജോബ് സെപ്പറേറ്റ്ലി റെക്കോർഡഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഓരോ ജോബിലേക്ക് വരുന്ന കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജോബ് ഈസ് ചാർജ്ഡ് വിത്ത് ഇറ്റ്സ് ഓൺ കോസ്റ്റ്. ഓരോ ജോബും അതിലെത്ര കോസ്റ്റ് ആണോ വരുന്നത് അതാണ് ആ ജോബിലേക്ക് ചാർജ് ചെയ്യുന്നത്. എ സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ വർക്ക് ഓർഡേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ്? അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ജോബ് കോസ്റ്റിങ്ങിലൂടെ ഉണ്ടാവാൻ നോക്കാം. ഇറ്റ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. ദീസ് കോസ്റ്റ് ആർ അവൈലബിൾ എനി ടൈം they are required. Management can know the trends of cost and can control the operation more effectively. ഇവിടെ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ആവട്ടെ, ലേബർ കോസ്റ്റ് ആയാലും ഓവർഹെഡ് ആയാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് മാനേജേഴ്സിന് ആവശ്യമുള്ള ടൈമിൽ അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാനേജ്മെൻറ്റിന് കോസ്റ്റ് പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ബിറ്റ്വീൻ പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ജോബ്. ഓരോ ജോബും പ്രത്യേകമായിട്ട് കോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർക്ക് ഏതാണ്, പ്രോഫിറ്റബിൾ അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഈസിയാണ്. ഇറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് ഫോർ ഫ്യൂച്ചർ കൊട്ടേഷൻ. അതുപോലെ ഫ്യൂച്ചർ കൊട്ടേഷനിൽ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദി ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനും ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. Adoption of predetermined overhead rates in job costing necessitates application of budgetary control with its advantages. Cost data from job costing is useful in the preparation of future budget. Future budgetന് ഹെൽപ്ഫുൾ ആവുന്ന ഇൻഫർമേഷൻ ജോബ് കോസ്റ്റിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഓവർഹെഡ് റേറ്റ്സ് ജോബ് കോസ്റ്റിങ്ങിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനകത്ത് ആവശ്യമായിട്ട് യൂസ്ഫുള്ളായിട്ട് വരാറുണ്ട്. ഫ്യൂച്ചർ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ആ ജോബിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതൊക്കെ അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി മെറിറ്റ്സിൽ സ്പോയിലേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഡിഫക്റ്റീവ് വർക്ക് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് സ്പെസിഫിക് ജോബ്. ഓരോ പർട്ടിക്കുലർ ജോബിലേക്കും വരുന്ന ഡിഫക്റ്റീവ് വർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, മെറ്റീരിയൽ സ്പോയിലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന കോസ്റ്റ് കൺട്രോളിന് അല്ലെങ്കിൽ ഒരു മുൻധാരണ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നുള്ളത് പ്രീ ഡിറ്റർമിൻ ചെയ്യാനും ലോസ് വരാൻ ചാൻസ് ഉള്ളത് അവോയ്ഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് അതിനുള്ള പ്രത്യേക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ശ്രദ്ധിക്കും. അതുപോലെ സ്പോയിലേജ്, ഡിഫക്റ്റീവ് വർക്ക് വരാതിരിക്കാൻ, സ്പോയിലേജ് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാനും അവർക്ക് ഫ്യൂച്ചറിൽ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിങ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അതായത് കറക്റ്റായിട്ട് ഓരോ ജോബിലേക്കും എത്ര കോസ്റ്റ് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട്. ദ സിസ്റ്റമാറ്റിക് കോസ്റ്റിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ജോബ് പ്രൊവൈഡ് റിലയബിൾ ഡാറ്റാബേസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓരോ ജോബിനും. അതുകൊണ്ട് തന്നെ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് അനാലിസിസിന് ഹെൽപ്പ് ചെയ്യും വിധം പ്രിപ്പയർ ചെയ്യാനായിട്ട്
ഇത് സഹായിക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് അനാലിസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരുപാട് വർഷങ്ങളുടെ ഡാറ്റ തമ്മിൽ എന്താ പറയുക കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിട്ടുള്ളതെന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ്.